ഡോക്ടർമാരെയും പൊതുപ്രവർത്തകരെയും എല്ലാം ഇതിന്റെ ഉള്ളിൽ എന്തോ സംഭവം ഞങ്ങളൊക്കെ അകറ്റി നിർത്തുക. ഞങ്ങൾ സഹകരിക്കാൻ വന്നവരല്ലേ, അതാണ് ഇവിടെ ഉണ്ടായ പ്രശ്നങ്ങള്. ഞങ്ങൾ സഹകരിക്കാൻ വന്നവരാണ്. വേഗത്തിലായി പോയി അല്ല, ഏതായാലും എല്ലാ പ്രിൻസിപ്പൾ ഈ കാര്യങ്ങളെന്നൂടെ പറഞ്ഞു. നമുക്ക് പ്രിൻസിപ്പളിനെ വിശ്വസിക്കാം. നമുക്ക് അത്ര ചെയ്യാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ കാര്യം, തറോ ചെക്കിങ്ങിന് ശേഷം മാത്രമേ ഇനിയൊരു തീരുമാനം എടുക്കാവൂ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. കാരണം അല്ലാതെ വീണ്ടും വീണ്ടും ഇത്തരം പ്രശ്നങ്ങൾ വന്നാൽ ഈ പ്രത്യേകിച്ച് പേഷ്യൻസ്, അതുകൂടാതെ പുറത്തുള്ള ജനങ്ങൾ, ഇവരെല്ലാം തന്നെ ആശങ്കയിലാണ്. എന്തുകൊണ്ടാണ് ഇവിടെ സംഭവിക്കുന്ന ആർക്കും കൃത്യമായി ഉത്തരം പറയാൻ കഴിയുന്നില്ല. അതുപോലെ നിർമ്മാണ രംഗത്ത് വല്ലതും വന്നിട്ടുണ്ടോ, അതും കൂടെ ആലോചിക്കുന്ന വിഷയമാണ്. അവര് രാവിലെ ഉണ്ടായ വാർഡിൽ നിന്ന് തിരിച്ചു അവിടെ തന്നെ തിരിച്ച് ഷിഫ്റ്റ് ചെയ്തു. വാർഡിന് ഇതിന്റെ ഉള്ളിൽ നമ്മൾ ഇല്ല, ഇന്ന് എവിടെയും മാറ്റിയിട്ടില്ല. ഇന്ന് അങ്ങനെ വേറെ പ്രോബ്ലം ഇല്ലല്ലോ. അവര് വാർഡ് ഇല്ല. അവര് വാർഡിൽ നിന്ന് സൂപ്രണ്ട് ഇപ്പം ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കാൻ പോയതേ ഉള്ളൂ. സൂപ്രണ്ട് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ സൂപ്രണ്ട് പറഞ്ഞ പ്രകാരം അവർ അതേ വാർഡിൽ തന്നെയാണ് അവർ കൊണ്ടുവന്ന, സെയിം വാർഡിൽ തന്നെ. ആ വാർഡിൽ ഇങ്ങോട്ട് ജസ്റ്റ് ഷിഫ്റ്റ് ചെയ്യുള്ളൂ. 1-2 മണിക്കൂർ അവിടത്തേക്ക് തന്നെ. ഞാൻ പുറത്ത് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ ഒരു ഇഷ്യൂ കൂടുതലൊന്നും ബുദ്ധിമുട്ട് വരാതിരിക്കാൻ താഴത്തെ ഫ്ലോറിലൊന്നും ഉണ്ടായില്ല. തിയേറ്ററിൽ അത് 2 ദിവസം മുന്നേ, ഇന്ന് എവിടെയും മാറ്റിയിട്ടുണ്ട്. ഇല്ലല്ലോ, ഇല്ല, ഇവിടുന്ന് അങ്ങനെ ആരും മാറ്റിയില്ല. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. ആ റൂമിൽ മാത്രമാണ് ഉണ്ടായത്. മറ്റേ പേഷ്യന്റ് കിടക്കുന്ന 3-4 അല്ലേ, ഇത് 6ാമത്തെ നിലയിൽ തിയേറ്റർ കോംപ്ലക്സിൽ ഒരു റൂമിൽ മാത്രമാണ്. അപ്പോൾ അവർ അതേ രാവിലെ കൊണ്ടുവന്ന വാർഡിൽ തന്നെ തിരിച്ച് അതവർക്ക് കംഫർട്ടബിൾ സോണുകളിൽ സൂപ്രണ്ട് നല്ല ഉദ്ദേശത്തോടു കൂടി ഇലക്ട്രിസിറ്റിയുടെ അവരുടെ കൺകറൻസോട് കൂടിയിട്ട് മാറ്റിയതാണ്. അതും സ്റ്റേബിളായ പേഷ്യന്റ് മാത്രമേ അദ്ദേഹം അവിടത്തേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുള്ളൂ. എല്ലാം കൃത്യമായിട്ട് എന്തായാലും തറോ ചെക്കിങ്ങിന് ശേഷം അല്ലെങ്കിൽ ഇത് കൂടെ പ്രശ്നമുണ്ടാകുമ്പോൾ ആരും ഉത്തരം പറയില്ല. ഒരാളുണ്ടാവില്ല. MK രാഘവൻ MP ആണ് അവിടെ ആശുപത്രി അധികൃതരുമായി സംസാരിക്കുന്നത് കണ്ടത്. മറ്റ് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ അവിടേക്ക് എത്തിയിട്ടുണ്ട്. നേരത്തെ വലിയ പ്രതിഷേധമുണ്ടാകുന്നുണ്ടായിരുന്നു. KM അഭിജിത്ത് ഉൾപ്പെടെയുള്ളവർ വന്ന് പ്രതിഷേധിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ BJP നേതാവ് ഉൾപ്പെടെയുള്ളവർ, പ്രകാശ് ബാബു ഉൾപ്പെടെയുള്ളവർ അവിടെയുണ്ട്. ആളുകളുടെ പ്രതികരണങ്ങൾ അതല്പം രോഷമുള്ള പ്രതികരണങ്ങൾ കൂടിയാണ് നമ്മൾ നേരത്തെ കണ്ടത്. കാരണം വീണ്ടും ആവർത്തിച്ച് മെഡിക്കൽ കോളേജിൽ പുക ഉയരുന്ന സാഹചര്യം അതെങ്ങനെയുണ്ടായി? രോഗികളെ എല്ലാ പരിശോധനകളും പൂർത്തിയാക്കി സുരക്ഷിതമാണ് എന്ന് ഉറപ്പായതിനു ശേഷം മാത്രമേ രോഗികളെ ആ ബ്ലോക്കിലേക്ക് വീണ്ടും എത്തിക്കൂ എന്ന് പറഞ്ഞ ഉറപ്പ് അത് പാലിക്കപ്പെട്ടില്ല. ഇന്ന് വീണ്ടും ബീച്ച് ആശുപത്രിയിൽ മറ്റും ചികിത്സ തേടിയ രോഗികളെ തിരികെ വിളിച്ച് 3-4 നിലകളിൽ എത്തിക്കുകയായിരുന്നു. അവിടേക്ക് രോഗികൾ എത്തിക്കൊണ്ടിരിക്കുന്നതിന് ഇടയിലാണ് വീണ്ടും 6ാം നിലയിൽ പുക ഉയർന്നത്. എല്ലാവരും പരിഭ്രാന്തരായി പുറത്തേക്ക് ഓടിയത്.